കോൺഗ്രസിൽ അധികാര പോര് രൂക്ഷമാകുന്നു. വിമതർ തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ എന്ന വാദം ഉന്നയിക്കുക മാത്രമല്ല ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ തന്നെ പിടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ തൃണമൂൽ അധ്യക്ഷ മമതയ്ക്കും കൂട്ടാളികൾക്കും ഒപ്പം തന്നെ ഇപ്പോൾ കൂടും കുടുക്കയുമായി പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ബംഗാളിൽ 10 വർഷമായി തന്നെ മമതയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചതോടുകൂടി തന്നെ 10 മുതൽ 15 വർഷം വരെ അവർ അവിടെ ബംഗാളിനെ പിന്നോട്ടടിച്ച ആ ഭരണത്തിന് ഒരു അന്ത്യം കുറിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ തൃണമൂൽ നേതാക്കളിൽ ഓരോരുത്തരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം കൊൽക്കത്തയിലെ EM അതേപോലെ മറ്റു പാർട്ടിയുടെ മെട്രോപൊളിറ്റൻ ഓഫീസ് പിടിച്ചെടുത്തതായിട്ടാണ് റിപ്പോർട്ട്. ഓഫീസിന്റെ പ്രധാന ഗേറ്റുകൾ പൂട്ടിയ വിമതർ കെട്ടിടത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും തന്നെ ഏറ്റെടുത്തതായി തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓഫീസ് പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ മമതാ ബാനർജി അനുകൂലികളും വിമത വിഭാഗവും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. തൃണമൂൽ MLA കുനാൽ ഘോഷ് സ്ഥലത്തെത്തിയെങ്കിൽ പോലും പ്രധാന ഗേറ്റ് പൂട്ടിയ നിലയിലായതിനാൽ തന്നെ അദ്ദേഹത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടിയുടെ പേര്, ചിഹ്നം, ഫണ്ട് എന്നിവ സംബന്ധിച്ച അവകാശവാദം വിമത വിഭാഗം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. ജൂലൈ 6 വൈകിട്ട് 5:30-നകം തന്നെ ഇരുവിഭാഗവും അവകാശവാദങ്ങളും എതിർവാദങ്ങളും അവിടെ സമർപ്പിക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഫീസിനുള്ളിൽ ചേർന്ന വിമതരുടെ യോഗത്തിൽ മുൻ കൊൽക്കത്ത മേയർ ഫിർഹാദ് ഹക്കീം, അരൂപ് റോയ് എന്നിവരുൾപ്പെടെയുള്ള വിമത MLA മാർ പങ്കെടുത്തു. ഹൗറ സെൻട്രൽ MLA അരൂപ് റോയിയെ പാർട്ടി ചെയർമാനായി തന്നെ പ്രഖ്യാപിച്ച വിമതരാകട്ടെ 30 അംഗ പുതിയ വർക്കിംഗ് കമ്മിറ്റിക്കും രൂപം നൽകി. കൂടാതെ തന്നെ മമതാ ബാനർജിയെ പാർട്ടിയുടെ ഉപദേഷ്ടാവായി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നും ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അഭിഷേക് ബാനർജിയെ നീക്കിയതായും വിമത വിഭാഗം അറിയിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഉലുബേരിയയിൽ നിന്നുള്ള MLA ആയ ഋതബ്രത ബാനർജി ആകട്ടെ മുൻ കൊൽക്കത്ത മേയർ ഫിർഹാദ് ഹക്കീം, അരൂപ് റോയ് എന്നിവരുൾപ്പെടെ തന്നെ തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ എന്ന് അവകാശപ്പെടുന്ന വിമത ജനപ്രതിനിധികൾ മെട്രോപൊളിറ്റൻ ഓഫീസിനുള്ളിൽ യോഗം ചേരുകയും മമതാ ബാനർജിയുടെ ചിത്രങ്ങൾ ഓഫീസിൽ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ യോഗം നടത്തുകയും ചെയ്തു. ഇത് ഞങ്ങളുടെ പാർട്ടി ഓഫീസാണ്, വൈകാരികമായ ഒരു ബന്ധം ഞങ്ങൾക്ക് ഇതിനോടുണ്ട് എന്നും മുൻപ് ഓഫീസ് നടത്തിയിരുന്നവർക്ക് ഇത് കൃത്യമായി തന്നെ പാലിക്കാൻ കഴിയുന്നില്ല എന്നും അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ പാർട്ടി പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്നതാണ് ഞങ്ങൾ ഇവിടെ കെട്ടിട ഉടമയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതായി തന്നെ വിമത MLA വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഹൗറ മധ്യ MLA അരൂപ് റോയിയായ പാർട്ടിയുടെ പുതിയ ചെയർമാനായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ഇപ്പോൾ ഓഫീസിന് മുന്നിലായി തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ 22-ന് ചേർന്ന പ്രത്യേക യോഗത്തിൽ അരൂപ് റോയിയെ ചെയർമാനാക്കിക്കൊണ്ട് തന്നെ 30 അംഗ വർക്കിംഗ് കമ്മിറ്റി വിമതർ ഇവിടെ പ്രഖ്യാപിക്കുകയും അതേപോലെ തന്നെ മമതാ ബാനർജിയെ പാർട്ടിയുടെ ഉപദേശകയായി തന്നെ നിലനിർത്തിയപ്പോൾ അവരുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയെ അവിടെ തന്നെ നിഷ്കരണം ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വലിയ രീതിയിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ബംഗാളിൽ നിന്നും കാണാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.